നവകേരള യാത്ര കേരള ജനതയുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തമിഴ്നാട്ടിലും ഇപ്പോൾ ഇതേ രീതി തന്നെ ഇപ്പം മിസ്റ്റർ സ്റ്റാലിൻ സ്വീകരിച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ കേരളത്തിൻ്റെ ഉന്നമനത്തിനായി എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കുട്ടറയ്ക്കെന്ന് പറയാനെ കൊണ്ട് നല്ല റോഡ് വികസനം വേണം. പിന്നെ ജനങ്ങൾ എന്താ ആവശ്യപ്പെടുന്നതെന്ന് നല്ല കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. തൊഴിലുറപ്പ് പദ്ധതി കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പിന് നല്ല എങ്ങനെ ഇപ്പം തൊഴിലുറപ്പിന് പോകുന്നവർക്ക് കാര്യമായിട്ട് അവർക്ക് ആഴ്ചയിൽ ശമ്പളം നിത്യ ദിവസ വരുമാനത്തിന് ജോലി ചെയ്യുന്നവരാ, അവർക്ക് പൈസ കിട്ടുന്നില്ല. പഴയ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഈ കുടിശ്ശികയെല്ലാം നികത്തിയിട്ട് അവരുടേതായ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം. അത്രയ്ക്ക് എത്രമാത്രം വികസനങ്ങൾ കൊടുക്കുമ്പോൾ അത്രയും എല്ലാം വികസനം കൊടുക്കാൻ അത്രയും നല്ലതാണ്. അത്രയും എനിക്ക് പറയാനുള്ളതിനെ കുറിച്ച്. നല്ലൊരു കാര്യം തന്നെ നവകേരള സദസ്സിൽ ഞാനും പങ്കെടുക്കും. അതുപോലുള്ള മറ്റുള്ള എല്ലാ ആൾക്കാരും നാളത്തെ സദസ്സിൽ പങ്കെടുക്കും. നാളെ ഇപ്പൊ മുഖ്യമന്ത്രിയോടെ ആവശ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അമ്മ എന്ത് പറയും? ഞാൻ പറയും ഇവിടെ വൃദ്ധസദനം വേണം. രോഗിയൊക്കെ ഇവിടെ തന്നെ അവർക്ക് ഒരു ആശുപത്രി ഉണ്ടാകണം. രോഗിയൊക്കെ അംഗഭംഗല്യമുള്ള പിള്ളേർക്ക് ആ രോഗികളെ നോക്കാൻ ഇവിടെ നമുക്കിവിടെ ഒരു ആശുപത്രി വേണം. അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് സർക്കാരിന്റെ സൗജന്യം ഒന്നും നമുക്ക് തിന്നാനായിട്ട് തരണ്ട. ഈ തള്ളയും തന്തയും നമ്മൾ അവശതയാകുമ്പോ ഈ മക്കൾ കിടത്തുന്നില്ല. ഒറ്റ മക്കളെയും കിടത്തുന്നില്ല, ഒരു മക്കളും കിടത്തുന്നില്ല. വലിയവന്റെ വീട്ടിലുമില്ല, ചെറിയവന്റെ വീട്ടിലുമില്ല. അപ്പോൾ നമുക്കൊരു സഹായത്തിന് ആ തൊട്ടടുത്തൊരു ആസ്പത്രി. തിരുവനന്തപുരത്തൊന്നും പോകാൻ വയ്യ, എറണാകുളത്തും പോകാൻ വയ്യ. ഇവിടെ മന്ദബുദ്ധികളുണ്ട്, പിന്നെ ക്യാൻസറുള്ള പിള്ളേരുണ്ട്, വലിഞ്ഞഴയുന്ന പിള്ളേരുണ്ട്. അവരെയൊക്കെ കണ്ടെത്തണം നിങ്ങൾ. ആ വാടക വീട്ടിൽ കഴിയുന്ന എന്നാൽ പോലും എനിക്ക് വീട് വേണം, മറ്റോ വേണം, അങ്ങനൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടല്ലേ, പിന്നെന്താ വേണം? നമുക്ക് പെൻഷനൊക്കെ കിട്ടിയാൽ മതി. നമ്മളൊക്കെ മരുന്ന് മണ്ണൊക്കെ വാങ്ങിക്കണം. അത് വലിയ കുഴപ്പം. അത് തന്നെ മുഖ്യ പ്രശ്നം. മരുന്ന് നമ്മളിപ്പോ വേല ചെയ്താ മേടിക്കുന്ന പോലെ, കച്ചവടം ചെയ്താൽ മരുന്നൊക്കെ മേടിക്കും. നമ്മൾ വിവതയാണ്. നമ്മുടെ സഹാബിന് ലാൽസലാം. പിന്നെ ഞങ്ങളെ പെൻഷനൊക്കെ തരിക, ഞങ്ങൾക്ക് മരുന്നുകളൊക്കെ കുറേശ്ശെ അനുവദിച്ചു തരിക. വിധവകളെ സംരക്ഷിക്കുന്ന മന്ത്രിയല്ലേ, അപ്പൊ അങ്ങനെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. പിന്നെ നാളെ ഞങ്ങൾ കച്ചവടം ചെയ്തില്ല, ഞങ്ങളെ മന്ത്രി കാണണ്ടേ. നേരിട്ട് കാണാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് പൂട്ടുവാ, നാളെ ഇന്നേ പൂട്ടുവാ. മന്ത്രിയെ കണ്ടിട്ടുള്ള കാര്യമുള്ളൂ. മന്ത്രിയെ കണ്ടിട്ട് കാര്യങ്ങൾ വേണം. സുഖമില്ലാത്ത അങ്ങനൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാതെ മേടിക്കണം. നമ്മുടെ മന്ത്രിയല്ലേ, നമ്മളെ ഏൽപ്പിച്ചിട്ടെ. നാളെ ഈ നവകേരള സദസ്സ് കുണ്ടറയിലേക്ക് എത്തുവാണ്. ഒരു മന്ത്രിസഭ തന്നെ നമ്മളെ നാട്ടിലേക്ക് എത്തുവാണ്. അപ്പൊ മുഖ്യമന്ത്രിയോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കാൻ അവസരം ലഭിക്കുവാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? രാജിവെച്ച് പൊക്കൂടെന്ന് ചോദിക്കും. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്കും അറിയാമല്ലോ, എനിക്കും അറിയും. അത് തന്നെ കാര്യം. ഈ നവകേരള സദസ്സ് എന്തോത്തിന് വേണ്ടിയിട്ടാ ഇപ്പൊ നടത്തുന്നു? എത്രയോ ജനങ്ങൾ ഈ പട്ടിണിയിൽ കിടക്കുന്നു. ഇപ്പൊ ഈ ബസ്, ഈ ആഡംബരം, ഇവരെന്തെങ്കിലും ഒരു കാര്യം ഇതുകൊണ്ട് നേടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പരാതി ഇവരെ തീർത്തിട്ടുണ്ടോ? ഇത്രയും കോടികൾ ചെലവാക്കി ഇത്രയും നടക്കുന്ന എന്തോ സാധിക്കാന്? ഇപ്പം ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ട, ഇവരുടെ ഒരു പത്രം ഉണ്ടല്ലോ, പാർട്ടി പത്രം ദേശാഭിമാനി, അതിൽ ഞാൻ കണ്ട ഒരു വാർത്തയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കരിങ്കൊടി കാണിക്കുന്നവരെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നതാ, കരിങ്കൊടി കാണിക്കുന്നവരെ ഞാൻ സ്നേഹപൂർവ്വം അവർക്ക് കൈവീശി കൊടുത്തെന്നാണ് പറഞ്ഞത്. ഗവർണർ അങ്ങനല്ല ചെയ്തതെന്നും പറയുന്നു. എന്നിട്ട് നമ്മൾ കണ്ടല്ലോ എത്ര പേരെ തല്ലി ചതച്ചത്. കൈവീശിയതാണോ? മുഖ്യമന്ത്രി പ്രതിഷേധിക്കാൻ അവകാശം ആർക്കും ഇല്ലേ? ജനങ്ങൾക്കൊന്നും ഇല്ലേ പ്രതിഷേധിക്കാൻ? ജനാധിപത്യം ഇല്ലേ ഇത്? നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മേൽപ്പാലം പണിയുമെന്ന് എല്ലാവരും ഓരോ വർഷവും പറയും. മേഴ്സിക്കുട്ടി ഇരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലും പറഞ്ഞിരുന്നു. ഇപ്പം വിശ്വനാഥം വന്നപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഒരിടത്തും ഒരു മേൽപ്പാലവും നടന്നില്ല. പള്ളിമുക്കിയിൽ നടന്നില്ല, അതുപോലെ തന്നെ ഇളമ്പള്ളൂർ നടന്നില്ല, ഒരിടത്തും നടന്നിട്ടില്ല. അത് നടക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളത് ഞാൻ അറിയിക്കുന്നു. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എന്റെ മോക്ക് ഇപ്പൊ 5 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. എന്റെ അമ്മയ്ക്ക് പെൻഷൻ ഇല്ല. എന്തുവായത് ഇത്രയും ഇങ്ങനെ തരാതെ വിട്ടത്? ഇവര് മാസം തന്നോണ്ടിരുന്നതല്ലേ. മോക്ക് വികലാംഗ പെൻഷൻ. സദസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സദസ് എന്തുവാൻ പോലും ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അല്ലേ എന്തോത്തിനുള്ളതാ ഈ സദസ്? അല്ലേ, എൻ്റെ മോന് ഒരു ജോലി കിട്ടി. എൻ്റെ വൈഫില്ല, മരണപ്പെട്ടു പോയി. മോനൊരു ജോലി കിട്ടിയത് കൊണ്ട്, അവന് 10 സെന്റ് സ്ഥലമുള്ളത് കൊണ്ടും
എൻ്റെ വാർദ്ധക്യ പെൻഷൻ കട്ട് ചെയ്ത മന്ത്രിയാണ് പിണറായി വിജയൻ്റെ മന്ത്രിസഭ. അതിന് ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ജനങ്ങളെ സേവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? ഉള്ളിലെടുത്ത് എന്തോ ചോദിച്ചാൽ എല്ലാം ശരിയാ, ഒന്നും മറുപടിയില്ല. ഇന്നലെ അടി നടന്നു, ഇന്ന് ചോദിച്ചാൽ പറയാം ഞാൻ കണ്ടില്ല. അങ്ങേരുടെ മുമ്പിൽ വെച്ച് അടിയിടും. നിങ്ങളെപ്പോലുള്ളവർ വീഡിയോ എടുത്തത് മുമ്പിൽ വെച്ച് അടിച്ച് നാശമാക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പറയാം കണ്ടു. നവകേരള സദസ്സിനെ കുറിച്ച് എന്തോ അഭിപ്രായം? സദസ്സ് നല്ല കാര്യമാണ്, ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ അത് ഓവറാകാൻ പാടില്ല. ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരു KSRTC ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു RTO ഓഫീസ്, ഇത് രണ്ടുപേരും നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നവകേരള സദസ്സിനെ കുറിച്ച് എന്തോ അഭിപ്രായം? സദസ്സിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല, ചുമ്മാ വരുന്നു പോകുന്നു. പ്രചരണം നടത്തിയപ്പോൾ ആ വണ്ടിയിൽ പോയതാണ് ഞാൻ. അയാൾ ഇവിടെ പറഞ്ഞിട്ട് വന്നുവെച്ചാൽ നമ്മുടെ MLA ഇവിടെ പറഞ്ഞിട്ട് പോയത് ഇവിടെ ഒരു KSRTC ബസ് സ്റ്റേഷൻ, കുണ്ട്രയ്ക്ക് ഒരു സ്റ്റേഡിയം, പിന്നെ ഒരു RTO ഓഫീസ്. ഇപ്പൊ 2.5 വർഷമായി ഇതൊന്നും ഇവിടെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയോട് കുണ്ട്രയ്ക്ക് വേണ്ടി ഒരു ആവശ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എനിക്ക് വീടും വസ്തുവില്ല, അത് ഞാൻ ചോദിക്കും. ഇപ്പൊ നവകേരള സദസ്സ് നാളെ കുണ്ടയിലാണ് എത്തുന്നത്. മന്ത്രിസഭ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരും. മുഖ്യമന്ത്രിയോട് നേരിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുന്നത്? ഇവിടെ ഒട്ടുമിക്ക റോഡുകളും എല്ലാം ഇങ്ങനെ ഇടിച്ചു പൊളിച്ചിട്ടേക്കുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാക്കും എന്ന് പറയുന്നതല്ലാതെ അത് ശരിയാക്കുന്നില്ല. അപ്പോൾ റോഡ് നന്നാക്കി തരാനേ പറയത്തുള്ളൂ. കാരണം നമ്മളെ ഈ വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പണി ഈ റോഡിൽ നിന്ന് കിട്ടാറുണ്ട്, ഒരുപാട് അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് റോഡിന് നവകേരള സദസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിലവിലെ നമ്മുടെ നാട്ടിൽ ഇവിടെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കുകളാണ്. ബ്ലോക്കുകൾ മാറണമെന്നുണ്ടെങ്കിൽ മേൽപ്പാലവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താലേ ഈ ബ്ലോക്കുകൾ മാറത്തുള്ളൂ. അല്ലാതെ പാർട്ടി പരിപാടികൾക്ക് കൊടികെട്ടാനും അതിനുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഇപ്പം തന്നെ ഈ പിണറായി വിജയൻ വരുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ സൈഡിലുള്ള കടകൾ ഫുള്ള് എടുത്ത് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ പേരിൽ. അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നിലവിൽ ഇത് നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ശരി. മെയിനായിട്ട് പാവത്തിനുള്ള പെൻഷൻ നൽകണം. കിട്ടാനുള്ള പെൻഷൻ കുറിച്ച് ഒരുപാട് പേര് അതിൽ വലയുന്നുണ്ട്. പെൻഷൻ്റെ ആവശ്യത്തിന് മരുന്ന് പോലും മേടിക്കാതെ പെൻഷൻ. അതുപോലെ നാടാകെ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാണ്. വിശപ്പും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഉള്ള ആദ്യത്തെ ഭരണം നല്ലതായിരുന്നു, ഇപ്പോഴത്തെ വളരെ മോശമാണ് രണ്ടാം ഭരണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്ന് സാധുക്കളെ സഹായിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കുണ്ട്രയുടെ വികസനത്തിന് വേണ്ടി അവർ ഇച്ചിരി ഊർജ്ജത കാണിക്കുക, അത് നമുക്ക് പറയാനുള്ളത്. ഭരണം കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാകരുത്, ഭരണം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന രീതി അവർ ഇച്ചിരി കാര്യപ്രാപ്തിയോടെ മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. മെയിനായിട്ട് അവർക്കുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ബ്ലോക്ക് വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് ഗുണമല്ലാതെ നമുക്ക് ദോഷമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ചോദിക്കാനെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാനില്ല, അത് ജനങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ കുണ്ട്രയുടെ കാര്യം, വ്യവസായികളുടെ കാര്യം പറയാനുണ്ട്. ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്, മേൽപ്പാലത്തിൻ്റെ കാര്യം. മേൽപ്പാലം അത് എനിക്ക് 19 വയസ്സോളം ഉണ്ട്. അതിനിടയ്ക്ക് ഒരു 10ഓളം മന്ത്രിസഭ ഇവിടെ വന്നു. പക്ഷേ ഈ മന്ത്രിസഭ വന്നിട്ട് നമ്മളെ ദുരിതം ഇതുവരെ, നമ്മളെ വ്യാപാരികളുടെ ദുരിതം ഇതുവരെ മാറിയിട്ടില്ല. ഒരു മേൽപ്പാലം അത്രയുള്ള അത്യാവശ്യമാണ്. അത് എല്ലാ മന്ത്രിസഭകളും വാഗ്ദാനം തന്നെയല്ലാതെ ആരും അത് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് വരുവാണ് ഇവിടെ. അതുകൊണ്ട് ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. മേൽപ്പാലം തന്നെ. ബാക്കിയെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പൊതുവെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുവായിട്ടൊരു കാര്യം പറയാൻ നമ്മൾ ആവശ്യമൊക്കെ നമ്മൾ തടിപ്പണി ചെയ്യുന്നത് കഷ്ടപ്പെടുവാണ്. നമ്മൾ അന്നന്ന് കഷ്ടപ്പെട്ടെങ്കിലും നമ്മളെ വീട്ടിൽ ബുദ്ധിമുട്ട് കഴിഞ്ഞു പോകുന്നത് നമുക്ക് ആരും കൊണ്ട് തരാനില്ല. എനിക്ക് എൻ്റെ മോളെ കല്യാണമാണ് ഈ ഒരു 2 മാസം കൂടുമ്പോൾ. എനിക്ക് കിടക്കാടോ എടുക്കാറോ ഒന്നുമില്ല. എനിക്ക് ഏതെങ്കിലും കഷ്ടപ്പാട് ദുഃഖങ്ങൾ ഞാൻ ചെയ്തെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ആഴത്തൊന്ന് പറയും. നമ്മളൊരു മുഖ്യമന്ത്രിയുടെ അടുത്തോ അല്ലെങ്കിൽ വേറൊരു സഖാവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരുടെ എല്ലാം പറയാൻ പറ്റുമോ? ആരും പറയാൻ പറ്റത്തില്ല. ആരും സഹായിക്കാനോ എടുക്കാനോ ആരുമില്ല. നമ്മൾ അന്നന്ന് കഴിയുന്നവരാ, അത്താഴപ്പട്ടിണിക്കാരാ. രാവിലെ പോയെങ്കിൽ നമ്മളെ വയറ് കഴിയും, രാവിലെ പോയില്ലെങ്കിൽ പോയി. എനിക്ക് 2 പെൺപിള്ളേരാണ്. ഒരു മോളെ അയച്ച്, ഇളയ മോളെ കല്യാണമാണ് ഈ വരുന്ന മാസം ഇളമ്പള്ളൂർ അമ്പലത്തിൽ വെച്ചാണ്. അങ്ങനെ നമുക്ക് ആരെങ്കിലും എനിക്ക് സഹായം ഇല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു.
ഇത് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എത്രയോ കോടികൾ ഇത് പാവത്തങ്ങളെ തൊഴിൽ പെൻഷൻ കിട്ടുന്നവർക്ക് കൊടുത്തുകൂടെ ഈ പൈസ? എന്തിനു വേണ്ടിയാണ് ഈ നവകേരള ചെയ്യുന്നത്? എന്തോത്തിന് വേണ്ടിയാ? ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണോ? വെറുതെ കുറെ കാറ്റുകൾ കോടികൾ ചെലവാക്കണം. ഈ പാവപ്പെട്ടവർ കിടക്കുന്നു, അവർക്കൊരു വീടില്ല, എത്രയോ ദരിദ്രരായവർ കിടക്കുന്നു, അവർക്ക് വേണ്ടി ചെലവാക്ക്. ഇത് ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്? ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? ചുമ്മാ ഖജനാവിലെ കാശ് മൊത്തം കാലിയാക്കാനാ, അല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. എത്രയോ വീടുകൾ പോയി തിരക്കാൻ പറ പിണറായിയോട്. വീടില്ലാത്തവർ കിടക്കുന്നു, ഒരു കൂരയില്ല, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ മാർഗമില്ല. എന്തിനു വേണ്ടിയത്? ചുമ്മാതുള്ള പൈസകൾ ചെലവാക്കാൻ വേണ്ടി, കോടികൾ ചെലവാക്കാൻ വേണ്ടി ചെയ്യുക. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഷാപ്പൂക്കില്ലേ, ഷാപ്പൂക്കിൽ നിന്ന് വെറുതെ ഒരു കനാലുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ അവിടെ ഒരു വഴി പോലും ഇല്ല, ഒരു വഴിയില്ല. എല്ലാവരും ഏതൊരാൾ കയറി നടക്കുന്നത്. ഏത് പഞ്ചായത്താണിത്? നമ്മൾ പഞ്ചായത്ത്. ഇപ്പം ഒരു മുഖ്യമന്ത്രി വരുമ്പോഴാ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. നമ്മുടെ കാര്യം, എൻ്റെ കാര്യം ഇതേ ഉള്ളൂ, നമുക്കൊരു വഴിയില്ല നടന്നു പോകാൻ. എല്ലാവരും ഏതൊരാൾ കയറി നടക്കുക. പഞ്ചായത്ത് ഏതൊരു മെമ്പർമാർ വന്നാലും ഒരു വഴി നമുക്കില്ല. നവകേരള സദസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. നാളെ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം കുണ്ടറയ്ക്ക് വേണ്ടി എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുണ്ടറയ്ക്ക് മെയിൻലി നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു മേൽപ്പാലമാണ് വേണ്ടത്. ഇത്രയും ട്രാഫിക് ഇവിടെ ഭയങ്കര ജാമാണ്. ട്രാഫിക്കിലെ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ കല്ലെന്തായാലും കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത്. പിന്നെ നമുക്കൊരു പബ്ലിക് ബാത്റൂമുകൾ അത്യാവശ്യമാണ് ഇവിടെ. പല ഭാഗത്തേക്ക് പോകാനായിട്ട് പല ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് മെയിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അപ്പം ഈ സെൻട്രലിൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു ഏരിയ ഇവിടെ. അപ്പം അത്യാവശ്യം നമുക്ക് അതാണ് വേണ്ടത്. പിന്നെ ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ, സ്കൂൾ കുട്ടികൾ പിള്ളേർ വെയിൽ കൊണ്ടാണ് ഇവിടെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി അവരെ ഇതാക്കും. നമുക്ക് അത്യാവശ്യം മേൽപ്പാലമാണ് അത്യാവശ്യം. അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ നിന്ന് മരങ്ങളെല്ലാം ആവശ്യമില്ലാത്ത മരങ്ങളെല്ലാം ഹൈവേക്ക് താല്പര്യം മരങ്ങളെല്ലാം മൂത്ത് വരും. കുണ്ട്രയില് 3 റെയിൽവേ ക്രോസിലും, ഒന്ന് ഇളമ്പള്ളൂര്, ഒന്ന് മുക്കട, ഒന്ന് നമ്മുടെ ഈ പള്ളിമുക്ക്. 3 ഏതെങ്കിലും ഒന്ന് ഇളമ്പള്ളൂരെ അത്യാവശ്യമായിട്ടും ശരിയാക്കേണ്ടത്. അതെനിക്ക് ഒന്നാമത് പറയാനുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ് ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ യാത്ര അത് ഗംഭീരമായിട്ടുണ്ട്. നമ്മളെല്ലാം സഹകരിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായം. നാളെ മുഖ്യമന്ത്രി വരികയല്ലയോ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പൊ മുഖ്യമന്ത്രിയോട് നമ്മുടെ കുണ്ട്രയ്ക്ക് വേണ്ടി ഒരു ആവശ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചോദിക്കും? ആവശ്യം പലതും ഉണ്ട്. ഒരു ജീവിതം വേണം, ഒരു വീട് വേണം. വീടില്ല. അപ്പൊ ഒരു ആവശ്യം ചോദിക്കാൻ പറഞ്ഞാൽ കാര്യം വീട് വേണം അല്ലേ? നവകേരള സദസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അഭിപ്രായം നല്ലതാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയോട് നേരിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുന്നത്? എന്നാ രാജിവെക്കുന്നത്? അതെന്താണ് അതേക്കുള്ള ഭരണമല്ലേ? നവകേരള സദസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മോശമായിട്ട് അഭിപ്രായം. വെറുതെ ചെലവ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ചേട്ടാ, ഈ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ചേട്ടൻ എന്തായിരിക്കും ആവശ്യപ്പെടുക? നമ്മുടെ കുണ്ട്രയ്ക്ക് ഒരു മേൽപ്പാലം, കുണ്ട്രയ്ക്കല് ട്രാഫിക് ബ്ലോക്ക്, അതിനൊരു പരിഹാരം, അതാണ് നമ്മുടെ ആവശ്യം. കുണ്ട്ര ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ സദസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിൽ പങ്കെടുത്തിട്ടില്ല, പങ്കെടുത്താലേ അതിന്റെ അഭിപ്രായം പറയാൻ പറ്റും. സദസ്സ് നല്ലതാ, പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. സദസ്സ് ഇങ്ങനെ നടന്നുകൊണ്ട് പിന്നെ നമ്മൾ ഈ കുണ്ട്രയ്ക്ക് വേണ്ടി എന്തായിരിക്കും ആവശ്യപ്പെടുന്നത്? കുണ്ട്രയ്ക്ക് വേണ്ടി എല്ലാം തേഞ്ഞ് കിടക്കുക. ഞങ്ങൾ ചവിട്ടി പോകുന്ന വികസന പ്രവർത്തനം മൊത്തം പിന്നെ ഓടെല്ലാം ചവിട്ടില്ല. അത് മറിഞ്ഞു പോയപ്പോൾ കാലുകെട്ടി മറിഞ്ഞുകൊണ്ടിരിക്കുക. റോഡ് വികസനം ഇവിടെ കുണ്ട്രയ്ക്ക് 2 മേൽപ്പാലം വേണമെന്ന് പറയും. പിന്നെ കുണ്ട്രയിൽ വികസനം ഒരുപാട് കാര്യങ്ങൾക്ക് വേണം. ഈ സദസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കേരള സദസ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇത്രയും ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാനില്ല, മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർക്ക് ചികിത്സാ സഹായങ്ങളില്ല. ഇങ്ങനെയൊക്കെയുള്ള നടക്കുന്ന സമയത്ത് ഈ ഒരു ആഡംബരം മോശമാണ്. മുഖ്യമന്ത്രി മന്ത്രിമാരും നമ്മളെ നാട് നേരിട്ട് കാണാൻ എത്തുവാണല്ലോ. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ റോഡിൽ കൂടെ ഒക്കെ എപ്പോഴും പോകുന്നത് നമ്മൾ കാണുന്നില്ല. നമ്മൾ ജയിപ്പിച്ചോട്ടെ മന്ത്രി MLA-മാരെയൊക്കെ പ്രത്യേകിച്ച് കാണാനെത്തുന്നത് മുഖ്യമന്ത്രിയെ കാണാത്തവരുടെ ഏത് സമയത്തും TV കാണുന്നവരല്ലേ. നേരിട്ട് കണ്ടാൽ നമുക്ക് ഏതെങ്കിലും ചികിത്സാ സഹായങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങളോ കിട്ടുവാണെങ്കിൽ പ്രയോജനം. ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. പരാതികൾ പോലും സ്വീകരിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത്. പറയാനൊരു അവസരം കിട്ടുക എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിന്റെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ജനങ്ങൾ നേരിട്ടുള്ള ദുരിതങ്ങളും, ഗ്യാസിന്റെ വിലക്കയറ്റങ്ങളും മറ്റു കാര്യങ്ങളും പരമാവധി പിടിച്ചു നിർത്താനും വില നിയന്ത്രണം കൊണ്ടുവരാനും പരമാവധി ആവശ്യപ്പെട്ടു. പിന്നെ അതേ കണക്ക് തന്നെ
ഇപ്പം പലർക്കും പെൻഷൻ കിട്ടാൻ തുടങ്ങിയ പാവങ്ങൾ ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പം അവർക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടി എത്രയും വേഗം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇനിയൊരു അവസരം ഈ പിണറായി സർക്കാരിന് ജനം കൊടുക്കുകയുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. 2 വർഷമായി എനിക്ക് വീടിന് അനുവദിച്ചിട്ട്, വീടിന് വസ്തുവിന് അനുവദിച്ചിട്ട്. അത് നെടുമന പഞ്ചായത്തിലാണ്. ഇത്ര അനുവദിച്ച് വന്ന് ലിസ്റ്റിൽ പേര് വരികയും ചെയ്തു. ഇപ്പോൾ ചെന്നപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നേരത്തെ അനുവദിച്ചവർക്കേ ഉള്ളൂ, ഇപ്പോഴും വന്നവർ മാറ്റി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് അവിടെ ഇത്രയും വർഷമായിട്ട് കിട്ടിയിട്ടില്ല, അത് പേര് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ കയറി കിടക്കാടോ ഒന്നുമില്ല, എനിക്ക് ലോട്ടറി കച്ചവടവും, എനിക്ക് ഒരു കണ്ണും കാണാൻ വയ്യ. യാത്രയെ കുറിച്ച് അഭിപ്രായം എന്ന് വെച്ചപ്പോൾ വരുന്ന വെച്ചാൽ ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യാനായിരിക്കും വരുന്നത്. ജനങ്ങളെ പരാതികൾ സ്വീകരിക്കാനും അതിനുള്ള ഇതിന് വേണമെങ്കിൽ പരിഹാരം കാണാനുമാണ് വരുന്നത്. മുഖ്യമന്ത്രിയെ മുമ്പിൽ കണ്ടാലേ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? മുഖ്യമന്ത്രിയെ മുന്നിൽ കണ്ടാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട്. അതിലൊരു 2-3 പറ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ ലോട്ടറിയുടെ കാര്യം തന്നെ, ലോട്ടറിയിൽ ഞങ്ങൾക്ക് ടിക്കറ്റിൽ പ്രൈസ് ഇല്ല, വിൽപ്പനയില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് പ്രൈസ് വേണം, ഞങ്ങൾക്ക് കൈനഷ്ടമല്ലാതെ വേറെ ഒന്നുമില്ല.